ഹായ്, ഞാൻ ലക്ഷ്മി കൃഷ്ണൻ, ഒരു സ്കിൻ കെയർ എന്തൂസിയാസ്റ്റ് ആണ്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന സ്ട്രോബെറി ലെഗ്സ് അല്ലെങ്കിൽ സ്ട്രോബെറി സ്കിന്നിനെ പറ്റിയിട്ടാണ്. ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കണ്ടിട്ടും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനെ പറ്റിയൊന്ന് ആലോചിക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. സ്ട്രോബെറി ലെഗ്സ് എന്ന് പറയുന്ന നമ്മൾ വിചാരിക്കുന്ന ഒരു ഒറ്റ കണ്ടീഷനാണ്. അതായത് കുറെ അഞ്ചാറ് കണ്ടീഷൻസ് ഒരുമിച്ച് വരുന്നതിനാണ് സ്ട്രോബെറി ലെഗ്സ് എന്ന് നമ്മൾ പറയുന്നത്. ബേസിക്കലി ഇതൊരു മെഡിക്കൽ ടേം അല്ല. ധാരാളം ഈ ടേം സ്ട്രോബെറി ലെഗ്സ് എന്ന ടേം കണ്ടുപിടിച്ചതെന്ന് അറിയത്തില്ല. മേ ബി ആ സ്ട്രോബെറിയുടെ ആ ഒരു അപ്പിയറൻസ് ഉള്ളത് കൊണ്ടായിരിക്കും സ്ട്രോബെറി ലെഗ്സ് അല്ലെങ്കിൽ സ്കിൻ എന്ന് പറയുന്നത്. ബേസിക്കലി ഇത് കൂടുതൽ നമ്മൾ കാണപ്പെടുന്ന കാലിലാണ്. ചില ആൾക്കാർക്ക് കയ്യിലൊക്കെ കാണും. കൂടുതലായിട്ട് നമ്മൾ കാണപ്പെടുന്ന കാലിലാണ്. പിന്നെ ഏതൊക്കെയാണ് ഈ സ്ട്രോബെറി ലെഗ്സ് അല്ലെങ്കിൽ സ്ട്രോബെറി സ്കിന്നിന്റെ അണ്ടറിൽ വരുന്നതെന്ന് വെച്ചാൽ, ഒന്ന് കെരാറ്റോസിസ് പൈലാരിസ്, രണ്ടെന്ന് വെച്ചാൽ ക്ലോഗ്ഡ് പോസ്, മൂന്നെന്ന് വെച്ചാൽ ഇൻഗ്രോൺ ഹെയർസ്, നാലെന്ന് വെച്ചാൽ വിസിബിൾ ആയിട്ടുള്ള റൂട്ട്സ്, അഞ്ചെന്ന് വെച്ചാൽ ഈ റേസർ ബംസ്, ആറെന്ന് വെച്ചാൽ ബാക്ടീരിയ ഫോളിക്കുലൈറ്റിസ്. ഈ ഒരു 6 കണ്ടീഷൻസ് ആണ് ഈ സ്ട്രോബെറി സ്കിൻ അല്ലെങ്കിൽ ലെഗ്സ് എന്ന് പറയുന്നതിന്റെ അണ്ടറിൽ വരുന്നത്. ഇനി നിങ്ങളുടെ കുറച്ച് ലൈറ്റർ സ്കിൻ ടോണിൽ അണ്ടറിലുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് ഇത് റെഡിഷ് അല്ലെങ്കിൽ പിങ്കിഷ് കളറിലൊക്കെ ആയിരിക്കും വരുന്നത്. ചിലപ്പോൾ ബ്രൗണിഷ് കളറിലായിരിക്കും വരുന്നത്. പിന്നെ നോർമലി നമ്മളൊരു കുറച്ച് ഡാർക്കർ സ്കിന്നിലോട്ട് വരുന്ന ആൾക്കാർക്കാണെങ്കിൽ ഇതൊരു ബ്രൗണിഷ് അപ്പിയറൻസ് ഉണ്ടാവും, നേരത്തെ പറഞ്ഞത്. അല്ലെങ്കിൽ ഒരു ബ്ലാക്കിഷ് കളേർഡ് ആയിരിക്കും നിങ്ങൾക്ക് ഇത് കാണപ്പെടുന്നത്. നമ്മൾ കോമൺ ആയിട്ട് കാണുന്നത് ഗേൾസ് ആണെങ്കിൽ റേസർ ബംസ് വെച്ചിട്ടൊക്കെ ആയിരിക്കും. കാരണം നമ്മൾ ഷേവ് ചെയ്യുന്നത് ഓപ്പോസിറ്റ് ഡയറക്ഷനിലോട്ടൊക്കെ ആണെങ്കിൽ നമുക്ക് റേസർ ബംസ് ആയിരിക്കും കൂടുതൽ കാണപ്പെടുന്നത്. പക്ഷെ എന്നാൽ നമുക്ക് ഓരോന്നായിട്ട് പറഞ്ഞു നോക്കാം. ആദ്യത്തെ കണ്ടീഷനാണ് കെരാറ്റോസിസ് പൈലാരിസ്. ഇത് കൂടുതലായിട്ടും കാണപ്പെടുന്നത് ഡ്രൈ സ്കിന്നുള്ള ആൾക്കാർക്കാണ്. സ്കിന്നിൽ ഞാൻ പറഞ്ഞത് നമുക്ക് ഹെയർ ഫോളിക്കിൾസ് ഉണ്ട്. ഈ ഹെയർ ഫോളിക്കിൾസ് അടയും. എങ്ങനെയാന്ന് വെച്ചാൽ ഡെഡ് സ്കിൻസ് വന്നിട്ട്, മാത്രമല്ല നമ്മളെ കെരാറ്റിൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന കെരാറ്റിൻ ഇല്ലേ, പ്രോട്ടീൻ കെരാറ്റിൻ, ഇതൊക്കെ വെച്ചിട്ട് ഈ ഹെയർ ഫോളിക്കിൾസ് അങ്ങ് അടയും. അപ്പൊ എന്ത് ചെയ്യുന്ന വെച്ചാൽ നമ്മുടെ ആ ഹെയർ ഉണ്ടാവും, അതിന്റെ താഴെ ഒരു ബമ്പി അപ്പിയറൻസ് ആയിരിക്കും. അപ്പൊ നമുക്ക് തൊടുമ്പോൾ തന്നെ സ്കിന്നിൽ ഒരു ബമ്പി അപ്പിയറൻസ് ഉണ്ടാവും. അപ്പൊ ഇതിനെയാണ് നമ്മൾ കെരാറ്റോസിസ് പൈലാരിസ് എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് എക്സ്ട്രീംലി ഡ്രൈ സ്കിൻ ആണെങ്കിൽ നിങ്ങൾക്ക് കോമൺ ആയിട്ട് ഉണ്ടാവുക കെരാറ്റോസിസ് പൈലാരിസ് ആയിരിക്കും. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നല്ല ചൂട് വെള്ളത്തിലുള്ള കുളി ഒഴിവാക്കുക. മാക്സിമം തണുത്ത വെള്ളത്തിൽ കുളിക്കുക. കാര്യം എന്താണെന്ന് വെച്ചാൽ തണുത്ത നോർമൽ ടാപ്പ് വാട്ടർ കുളിക്കുക. കാരണം നിങ്ങൾ ചൂട് വെള്ളത്തിൽ കുളിക്കുമ്പോൾ നമ്മുടെ സ്കിൻ കുറച്ചും കൂടെ ഡ്രൈ ആക്കും, കണ്ടീഷൻ കുറച്ചും കൂടെ വേഴ്സ് ആവും. അതുകൊണ്ട് സ്കിൻ മാക്സിമം ഡ്രൈ ആവാതിരിക്കുക ശ്രദ്ധിക്കുക. പിന്നെ രണ്ടാമത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ, നിങ്ങൾ യൂസ് ചെയ്യുന്നത് കുറച്ച് സോപ്പ്, ബോഡി സോപ്പുകളാണെങ്കിൽ ഹാർഷ് ആയിട്ടുള്ള, അതായത് ഭയങ്കര സ്കിൻ നമ്മൾ കുളിച്ച് കഴിയുമ്പോൾ സ്കിൻ ഭയങ്കര ഡ്രൈ ആവുന്ന കണക്കത്തെ സോപ്പുകൾ ഉണ്ടാവില്ലേ, അങ്ങനത്തെ സോപ്പുകൾ മാക്സിമം ഉപയോഗിക്കാതിരിക്കുക. നോർമലി നമ്മൾ ഉപയോഗിക്കുന്ന എല്ലാ സോപ്പുകളും അങ്ങനത്തെ ആയിരിക്കും. പിന്നെ ഫ്രാഗ്രൻസ് ഉള്ള സോപ്പുകളൊക്കെ ആണെങ്കിൽ ഒന്ന് ഒഴിവാക്കാൻ ശ്രദ്ധിക്കുക. ഒന്നുകിൽ നമ്മൾ ജെന്റിൽ ആയിട്ടുള്ള സോപ്പുകൾ ഉപയോഗിക്കുക, സെറ്റാഫിലിന്റെ ഒക്കെ പോലെയുള്ള സോപ്പുകൾ. പക്ഷെ അതിനേക്കാളും ഏറ്റവും നല്ലത് HA BHA സോപ്പുകൾ വാങ്ങിക്കാൻ കിട്ടും, അത് യൂസ് ചെയ്യുക. അതല്ലാന്നുണ്ടെങ്കിൽ HA BHA ബോഡി വാഷസുകൾ കിട്ടും. ഈ ബോഡി വൈസ് കെമിസ്റ്റഡ് പ്ലേ, വിഷ് കെയർ, പിന്നെ ഡോക്ടർ ഷീറ്റിലുണ്ട്. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ഏതെങ്കിലും HA BHA ബോഡി വാഷസ് യൂസ് ചെയ്യുക. പിന്നെ നിങ്ങൾ മോയ്സ്ചറൈസർ യൂസ് ചെയ്യുക, നല്ല തിക്കായിട്ടുള്ള മോയ്സ്ചറൈസേഴ്സ് യൂസ് ചെയ്യുക. ഈവൻ ദോ ഷിയ ബട്ടർ ആണ് ബെറ്റർ എങ്കിലും യൂറിയ അടങ്ങിയ ബോഡി മോയ്സ്ചറൈസേഴ്സ് കിട്ടാനുണ്ടെങ്കിൽ അത് കുറച്ചും കൂടെ നന്നായിരിക്കും. കാരണം യൂറിയ നമുക്ക് കുറച്ചും കൂടെ എക്സ്ഫോളിയേറ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. പിന്നെ നിങ്ങൾക്ക് പെട്ടെന്നൊരു മാറ്റം വേണമെങ്കിൽ നിങ്ങൾ ഡെർമാക്കിനെ തന്നെ കാണാം. കാരണം അവർക്ക് നിങ്ങൾക്ക് പ്രിസ്ക്രൈബ്ഡ് ആയിട്ട് ട്രെറ്റിനോയും പിന്നെ ലേസർ തെറാപ്പിയും തരാൻ പറ്റും പ്രിസ്ക്രിപ്ഷനിലൂടെ. അത് നമുക്ക് അല്ലാണ്ട് സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ അത് പ്രിസ്ക്രിപ്ഷനായിട്ട് വാങ്ങിക്കുക. എന്തായാലും കീ എന്ന് വെച്ചാൽ ഹൈഡ്രേറ്റ് ചെയ്യുക, എക്സ്ഫോളിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പം എക്സ്ഫോളിയേഷൻ ആണെന്നും പറഞ്ഞിട്ട് ആരും നല്ല കോഫി പൗഡർ, തരിത്തിരിയുള്ള കോഫി ഒന്നും എടുത്ത് സ്ക്രബ് ചെയ്യരുത്. 2 ആഴ്ചയിൽ ഒരിക്കലൊക്കെ നമ്മൾ ഗ്രൈൻഡഡ് ആയിട്ടുള്ള കോഫി പൗഡറോ അങ്ങനെയെന്ന് വെച്ചാൽ പ്യൂർ പൗഡർ ഫോമിലുള്ള കോഫിയൊക്കെ ഇട്ടിട്ട് ഒന്ന് സ്ക്രബ് ചെയ്യുന്നതുകൊണ്ട് ബുദ്ധിമുട്ടുണ്ടാവില്ല. പിന്നെ ബോഡി സ്ക്രബ്സ്, ഡയറക്റ്റ് ബോഡി സ്ക്രബുകൾ വാങ്ങി ഉപയോഗിക്കാതിരിക്കുക. പിന്നെ ലോഫൊക്കെ ഉപയോഗിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഡെയിലി യൂസ് ചെയ്യാതിരിക്കുക. കാരണം ഇതൊക്കെ നമ്മുടെ സ്കിൻ ഓവറായിട്ട് എക്സ്ഫോളിയേറ്റ്. ഓവർ എക്സ്ഫോളിയേഷൻ ആവശ്യമില്ല, മൈൽഡ് എക്സ്ഫോളിയേഷനേ ആവശ്യമുള്ളൂ ഡെയിലി ചെയ്യുന്നുണ്ടെങ്കിൽ. പിന്നെ വീക്കിലി വൺസോ ടോയ്സോ നിങ്ങൾ നന്നായിട്ട് ഡീപ്പ് എക്സ്ഫോളിയേഷൻ നടത്തുന്നതുകൊണ്ട് കുഴപ്പമില്ല. അതായത് ഞാൻ പറയില്ലേ, ഗ്രൗണ്ടഡ് കോഫി സ്ക്രബുകളൊന്നും യൂസ് ചെയ്യുന്നതുകൊണ്ട് തെറ്റില്ല. അപ്പം അങ്ങനെ ഒന്ന് ഫോളോ ചെയ്യാൻ ശ്രദ്ധിക്കുക. അതായത് നല്ല രീതിയിൽ ബോഡി എക്സ്ഫോളിയേറ്റ് ചെയ്യുക, ഹൈഡ്രേറ്റ് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് ഇൻ കേസ് നിങ്ങൾക്ക് യൂറിയ അടങ്ങിയ ബോഡി ലോഷൻസ് ഒന്നും കിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ യൂസ് ചെയ്യുന്ന വെച്ചാൽ ഷിയ ബട്ടറൊക്കെ ഉള്ള ബോഡി ലോഷൻസ്, അതായത് നല്ല രീതിയിൽ നല്ല തിക്ക് ആയിട്ടുള്ള ബോഡി ലോഷൻസ് ആണ് നമുക്ക് ഇവിടെ ആവശ്യമായിട്ടുള്ളത്. രണ്ടാമത്താണ് ക്ലോഗ്ഡ് പോസ്. ഇപ്പൊ നമുക്ക് ലെഗ്സിൽ അല്ലെങ്കിൽ നമ്മുടെ ഫേസിലൊക്കെ ക്ലോഗ്ഡ് പോസ് വരുമ്പോൾ നമുക്കറിയാം വൈറ്റ് ഹെഡ്സും ബ്ലാക്ക് ഹെഡ്സും ഒക്കെ ഉള്ള അപ്പിയറൻസ് വെച്ചിട്ട് നമുക്കറിയാം. ഇപ്പൊ ഈ KP അല്ലാണ്ട് ക്ലോഗ്ഡ് പോസ് ആണോ എന്ന് എങ്ങനെ മനസ്സിലാക്കാന്ന് വെച്ചിട്ട്, KP കുറച്ചും നല്ല ബമ്പി അപ്പിയറൻസ് ആയിരിക്കും. പക്ഷെ ക്ലോഗ്ഡ് പോസ് കുറച്ചുകൂടി ചെറുതായിരിക്കും. ആ ഒരു ബമ്പി അപ്പിയറൻസ് ഇല്ലാതെ ചെറിയ ചെറിയ കുത്തായിരിക്കും. പക്ഷെ KP കുറച്ച് വലിയ ബം ഷേപ്ഡ് ആയിരിക്കും. അപ്പൊ അതാണ് ക്ലോഗ്ഡ് പോസ്. അവിടെ പിന്നെ ഹെയർ ഫോളിക്കിൾസ് ആയിട്ട് ബന്ധം ഉണ്ടാവത്തില്ല. അപ്പൊ നിങ്ങൾക്ക് ക്ലോഗ്ഡ് പോസ് ആണെങ്കിൽ അറിയാം. നമ്മളെ പോസ് ക്ലെൻസ് ചെയ്യുന്ന നമുക്ക് ഏറ്റവും കൂടുതൽ ഏതാണ്? സ്ഥിരം കാണുന്നവർക്ക് ക്വസ്റ്റ്യൻ ആൻസർ ഫോർ യുവർ സ്റ്റൈലിസ്റ്റിക് കേസ്.
നിങ്ങൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ മാക്സിമം സാലിസിലിക് ആസിഡ് ബേസ് ചെയ്തിട്ടുള്ള ബോഡി വാഷസ് യൂസ് ചെയ്യുക. അതല്ല നിങ്ങൾക്ക് ബോഡി വാഷസ് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഫേസ് വാഷ് ഇല്ലേ അതിട്ടെങ്കിലും അത്രയും വ്യത്യാസം, കുറച്ച് ഫേസ് വാഷ് എടുത്തിട്ട് അതിട്ടെങ്കിലും ഒന്ന് എവിടെയാണോ ഉള്ളത് അവിടെ മാത്രം നമുക്ക് സാലിസിലിക് ആസിഡ് വെച്ചിട്ടൊന്ന് വാഷ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. കാര്യം എന്തെന്ന് വെച്ചാൽ സാലിസിലിക് ആസിഡ് ഓയിൽ അട്രാക്ട് ചെയ്യുന്ന ഒരു എക്സ്ഫോളിയേറ്റിംഗ് ഏജന്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് അകത്ത് പോസിനെ തന്നെ ക്ലെൻസ് ചെയ്ത് കളയാൻ പറ്റും. പോസിനെ ക്ലെൻസ് ചെയ്യാതെ ഉപകാരമില്ല നമുക്ക് ഈ ഒരു ക്ലോഗ്ഡ് പോസ് കളയാനായിട്ട്. പിന്നെ ഇവിടെ ഹൈഡ്രേഷൻ അത്ര ഒരു ഇമ്പോർട്ടൻ്റ് അല്ല, കാരണം നമ്മുടെ സ്കിൻ അത്ര ഡ്രൈ ആയിരിക്കത്തില്ല. ഹൈഡ്രേഷൻ ഇമ്പോർട്ടൻ്റ് അല്ല എന്നല്ല, നമ്മൾ നല്ല തിക്ക് ആയിട്ടുള്ള മോയ്സ്ചറൈസേഴ്സ് ഒന്നും യൂസ് ചെയ്യണം. നിങ്ങൾക്ക് ഡ്രൈ സ്കിൻ ആണെങ്കിൽ തിക്ക് ആയിട്ടുള്ള മോയ്സ്ചറൈസർ യൂസ് ചെയ്താൽ മതി, അല്ലെങ്കിൽ അത്ര തിക്ക് ആയിട്ടുള്ള ബോഡി ലോഷൻസ് ഒന്നും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ ഇവിടെ നമുക്ക് ഫിസിക്കൽ എക്സ്ഫോളിയേഷൻ മാറ്റാം. കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് കൂടുതലായിട്ടും കാണപ്പെടുന്ന നമ്മൾ ഈ പോസിന്റെ അകത്താണല്ലോ ഡെഡ് സ്കിൻ ഇരിക്കുന്നത്. പക്ഷെ എക്സ്ഫോളിയേഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ സ്കിന്നിന്റെ മുകളിലുള്ള ആ ഒരു ബംപിനെസ്സിനെ മാറ്റും. പോസിന് ഉള്ളിലോട്ട് കയറി വർക്ക് ചെയ്യത്തില്ലേ, മോളിക്യൂൾസ് അത്രയും ചെറുതല്ല, ആ പാർട്ടിക്കിൾസും അത്രയും ചെറുതല്ല. സോ നമുക്ക് ഇവിടെ ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ ഒള്ളി ബോഡി വാഷും, അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ നോർമൽ ബോഡി വാഷാണ് യൂസ് ചെയ്യുന്നതിൽ AHA/BHA ടോണേഴ്സ് കിട്ടും. അത് വാങ്ങിയിട്ട് കുളിച്ചതിന് ശേഷം ജസ്റ്റ് ഒന്ന് വൈപ്പ് ചെയ്യാൻ പറ്റുമെങ്കിൽ അത് യൂസ് ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങൾ സാലിസിലിക് ആസിഡ് സെറം നിങ്ങൾ എടുത്തിട്ട് കുറച്ച് മിക്സ് ചെയ്യേണ്ട, ജസ്റ്റ് ഡയറക്റ്റ് 1-2 ഡ്രോപ്സ് എടുത്തിട്ട് അവിടെ അഫക്റ്റ് ചെയ്ത ഭാഗങ്ങളിൽ മാത്രം യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ഡെയിലി യൂസ് ചെയ്യുന്നില്ല, വീക്ക്ലി വൺസ് ഒക്കെ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ക്ലോഗ്ഡ് പോസ് ആണെങ്കിൽ മാറ്റിയെടുക്കാൻ പറ്റും. അടുത്താണ് ഇൻഗ്രോൺ ഹെയർസ്. ഇപ്പൊ നിങ്ങൾക്ക് ഇൻഗ്രോൺ ഹെയർ ആണല്ലെങ്കിൽ അത് ഫസ്റ്റ് എന്ന് വെച്ചാൽ ചിലപ്പോൾ നമുക്ക് നോർമലി ഇൻഗ്രോൺ ഹെയർ വരുന്നതായിരിക്കും. എന്ന് വെച്ചാൽ നമ്മുടെ ഹെയർ നോർമലി ഇങ്ങനെയല്ലേ പൊങ്ങി വരുന്നത്. ഇൻഗ്രോൺ ഹെയർ ആണെങ്കിൽ നമ്മുടെ ഹെയർ തിരിച്ച് സ്കിന്നിന്റെ അണ്ടറിലോട്ട് തന്നെ പോയിട്ടിരിക്കും. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഒരു ഇൻഫെക്ഷൻ, കാരണം ഇൻഫ്ലമേഷൻ വരും. കാരണം സ്കിന്നിന് പുറത്തോട്ട് പോകുന്ന സാധനം തിരിച്ച് സ്കിന്നിലോട്ട് തന്നെ പോകുമ്പോൾ ഒരു ഇറിറ്റേഷൻസ് കാണും, ഒരു ബമ്പി അപ്പിയറൻസ് കാണും. അപ്പൊ അങ്ങനെയാണില്ലെങ്കിൽ നിങ്ങൾക്ക് എന്താ ചെയ്യാൻ പറ്റുന്നത് ഞാൻ പറഞ്ഞുതരാം. ഇവിടെ നമുക്ക് ഒബ്വിയസ്ലി നമുക്ക് എക്സ്ഫോളിയേഷൻ, എല്ലായിടത്തും നമുക്ക് എക്സ്ഫോളിയേഷൻ ആണ്. ഇവിടെ നമുക്ക് വേണമെങ്കിൽ ഫിസിക്കൽ എക്സ്ഫോളിയേഷൻ യൂസ് ചെയ്യാൻ പറ്റും. കാരണം ഡെഡ് സ്കിൻ പോകുമ്പോഴത്തേക്ക് അതൊന്ന് പൊങ്ങി വരും. അപ്പൊ നമുക്ക് ആ ഒരു എക്സ്ഫോളിയേഷൻ നടത്താം. കാരണം ചിലപ്പോൾ ഡെഡ് സ്കിൻ കാരണമായിരിക്കും ആ ഒരു ട്രാപ്പിംഗ് ഉണ്ടാവുക. രണ്ടാമത്തേന്ന് വെച്ചാൽ ഗ്ലൈക്കോളിക് ആസിഡ് യൂസ് ചെയ്യുക, ഗ്ലൈക്കോളിക് ആസിഡ് ക്രീംസുകളൊക്കെ യൂസ് ചെയ്യുക. നിങ്ങൾക്ക് ആ ഒരു സ്ഥലത്ത് മാത്രം വേണമെങ്കിൽ ആ ഒരു ഇൻഫ്ലമേഷൻ മാറ്റാനായിട്ടൊക്കെ, ഇൻഫ്ലമേഷൻ മാറ്റാനല്ല, ആ ഒരു സ്ഥലത്ത് മാത്രം നമുക്ക് സ്പോട്ട് ട്രീറ്റ്മെന്റ് ആയിട്ട് 12% ഗ്ലൈക്കോളിക് ആസിഡ് ഒക്കെ ക്രീം ഒക്കെ യൂസ് ചെയ്യാൻ പറ്റും. AHA/BHA ടോണറിനേക്കാളും ഏറ്റവും സേഫ് ഗ്ലൈക്കോളിക് ആസിഡ് ടോണറിന് തന്നെ പറഞ്ഞിട്ട് നമുക്ക് കിട്ടുന്നുണ്ടെങ്കിൽ അത് വാങ്ങി യൂസ് ചെയ്യുന്നത് കുറച്ചുകൂടെ നന്നായിരിക്കും. സാലിസിലിക് ആസിഡിനേക്കാളും ഇവിടെ നമുക്ക് വർക്ക് ചെയ്യുന്നത് ഗ്ലൈക്കോളിക് ആസിഡ് ബേസ് ചെയ്തിട്ടുള്ള പ്രൊഡക്ട്സ് ആണ്. അപ്പൊ നിങ്ങൾ ബോഡി വാഷ് വാങ്ങിക്കുമ്പം അല്ലെങ്കിൽ സോപ്പ്, ചിലപ്പോൾ ഗ്ലൈക്കോളിക് ആസിഡിന്റെ സോപ്പുകൾ റയർ ആണ്, സാലിസിലിക് ആസിഡ് ഒക്കെ കിട്ടാനുള്ളൂ. സ്റ്റിൽ ഗ്ലൈക്കോളിക് ആസിഡിന്റെ ബോഡി വാഷസ് കിട്ടും ഗ്ലൈക്കോളിക് ആസിഡിന്. അപ്പോൾ ഗ്ലൈക്കോളിക് ആസിഡിന്റെ ബോഡി വാഷസ് യൂസ് ചെയ്യുക. അതല്ലെങ്കിൽ ഓർഡിനറിയുടെ ഗ്ലൈക്കോളിക് ആസിഡ് ടോണർ ഉണ്ട്, അത് യൂസ് ചെയ്താലും മതി. കുളിച്ചതിന് ശേഷം അത് ഒന്ന് അപ്ലൈ ചെയ്താൽ മതി. പക്ഷെ നിങ്ങൾ ഫിസിക്കലായിട്ട് എക്സ്ഫോളിയേഷൻ നടത്തുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും ഈ ഒരു ഗ്ലൈക്കോളിക് ആസിഡ് ടോണർ ആ ദിവസം യൂസ് ചെയ്യരുത്. ഇനി എങ്ങനെ ഫിസിക്കൽ എക്സ്ഫോളിയേഷൻ എന്ന് വെച്ചാൽ നിങ്ങൾ ഗ്രൗണ്ടഡ് ഫോമിലുള്ള ഫിസിക്കൽ എക്സ്ഫോളിയേഷൻസ് ഏതെങ്കിലും യൂസ് ചെയ്താൽ മതി. അല്ലാണ്ട് ബോഡി സ്ക്രബായിട്ട് വാങ്ങിക്കുമ്പോൾ ചിലപ്പോൾ ആ പാർട്ടിക്കിൾസ് റൗണ്ട് പാർട്ടിക്കിൾസ് ഉള്ളത് വാങ്ങിക്കാതെ ഗ്രൗണ്ടഡ് ആയിട്ടുള്ള പൗഡർ ഫോമിലുള്ള സ്ക്രബുകൾ കിട്ടത്തില്ല, അത് യൂസ് ചെയ്താൽ മതി. അത് വീക്ക്ലി 2 ആഴ്ചയിൽ ഒരിക്കലൊക്കെ യൂസ് ചെയ്യാവുള്ളൂ. പിന്നെ ഗ്ലൈക്കോളിക് ആസിഡ് ആണ് നമ്മുടെ കീ ഇൻഗ്രീഡിയൻറ്റ്, അത് എപ്പോഴും മനസ്സിരിക്കും. അപ്പൊ നിങ്ങൾ ബോഡി വാഷ് വാങ്ങിക്കുമ്പോൾ അല്ലെങ്കിൽ ബോഡി ലോഷൻ വാങ്ങിക്കുമ്പോഴൊക്കെ ഗ്ലൈക്കോളിക് ആസിഡ് ബേസ് ചെയ്തിട്ടുള്ളത് വാങ്ങിക്കാനാണ് ഏറ്റവും നല്ലത്. അതൊന്നുമില്ലെങ്കിൽ നിങ്ങൾക്ക് ഓർഡിനറിയുടെ ഗ്ലൈക്കോളിക് ആസിഡ് ടോണർ കിട്ടും, അത് യൂസ് ചെയ്താലും മതി. പക്ഷെ അത് ഡെയിലി യൂസ് ചെയ്യാൻ ഞാൻ പറയത്തില്ല. നൈറ്റിൽ വല്ലപ്പോഴും, ഐ മീൻ 2 ദിവസത്തിലൊരിക്കലോ 3 ദിവസത്തിലൊരിക്കലോ നിങ്ങൾ മോയ്സ്ചറൈസേഴ്സ് അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ ഇതൊന്ന് അപ്ലൈ ചെയ്യുന്നത് സേഫ് ആയിരിക്കും. നാലാമത്തെയാണ് വിസിബിൾ ഹെയർ റൂട്ട്സ്. ഈ സംഭവത്തിന് നമുക്ക് ട്രീറ്റ് ചെയ്യാന്ന് വെച്ചാൽ ഇത് ആക്ച്വലി നോർമൽ ഒരു കണ്ടീഷനിൽ ഇത് കൂടുതലായിട്ട് കാണപ്പെടുന്നത് നമ്മൾ കാലൊക്കെ ഒന്ന് ഷേവ് ചെയ്തിട്ട് ഒരു ഒക്കേഷണൽ ഷേവ് ചെയ്ത് അത് കഴിഞ്ഞിട്ട് ഈ കുത്തായിട്ടാണ് കാണപ്പെടുന്നത്. അത് നമ്മുടെ ഹെയർ വരുന്നതിന്റെ ഭാഗമായിട്ടാണ് ആ ഒരു കുത്ത് വരുന്നത്. ആ കുത്ത് വരുന്നതുകൊണ്ടാണ് എല്ലാവരും അത് സ്ട്രോബെറി ലെഗ്സിന് അണ്ടറിലോട്ട് പോകുന്നത്. അപ്പൊ അത് എങ്ങനെ മാറ്റാന്ന് വെച്ചാൽ ഷേവിങ് ഒഴിവാക്കുക, അതിന് പകരം വാക്സിങ് അഡാപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതല്ലാന്നുണ്ടെങ്കിൽ ഫേഷ്യൽ ഹെയർ റിമൂവല്, ലേസർ ഹെയർ റിമൂവല് നടത്തുക എന്നൊക്കെ ഉള്ളതാണ്. എന്റെ പേഴ്സണൽ ഒപ്പീനിയനിൽ ഞാൻ ഷേവ് ചെയ്യുന്ന ആളാണ്. എനിക്ക് ചില സമയത്ത് എനിക്ക് വിസിബിൾ ഹെയർസ് വരാറുണ്ട്, പക്ഷെ ഞാനത് അത്ര കാര്യം വെക്കാറില്ല. കാരണം എനിക്ക് ചെറിയ രീതിയിലാണ്. പിന്നെ ഓരോരുത്തരുടെയും പേഴ്സണൽ പ്രിഫറൻസ് ആണ്. ഇപ്പൊ നിങ്ങൾക്ക് ആ ഒരു അപ്പിയറൻസ് വേണ്ടാന്നുണ്ടെങ്കിൽ വാക്സിങ് ആണ് നല്ലത്. ഇത് കൂടുതലും കാണപ്പെടുന്നത് ഷേവിങ്ങിന് ശേഷമാണ്. കാരണം നമ്മൾ ഷേവ് ചെയ്യുമ്പോൾ കംപ്ലീറ്റ്ലി ഹെയർ ഫുൾ ഔട്ട് ചെയ്ത് കളയല്ലോ ചെയ്യുന്നത്. നമ്മൾ അതിന്റെ മുകളിൽ കട്ട് ചെയ്തിട്ട് കുറച്ച് ഹെയർ താഴോട്ട് നിർത്തില്ല. അതുകൊണ്ടാണ്
അത് അവിടെ കാണപ്പെടുന്നത്. ഇത് കൂടുതലായിട്ടും കാണപ്പെടുന്നത് നല്ല ഹെയറി ലെഗ്സ് ഒക്കെ ഉള്ള ആൾക്കാർക്കാണ്. നിങ്ങൾക്ക് തീരെ താല്പര്യം ഇല്ലാന്നുണ്ടെങ്കിൽ ഷേവിങ് ഒഴിവാക്കിയിട്ട് വാക്സിങ്ങിലോട്ട് പോവാം, ലേസർ ഹെയർ റിമൂവൽ അങ്ങനെ എന്തെങ്കിലും ട്രീറ്റ്മെന്റിലോട്ട് പോവാം. അതല്ലാണ്ട് നമുക്ക് അത് മാറ്റാനായിട്ട് വേറെ വഴിയൊന്നുമില്ല. ഇതൊരു മെഡിക്കൽ കണ്ടീഷൻ അങ്ങനെയൊന്നുമല്ല, ഇതൊരു സിറ്റുവേഷൻ കണ്ടീഷനാണ്. അഞ്ചാമത്തെയാണ് റേസർ ബംസ്. റേസർ ബംസ് കൂടുതലായിട്ടും വരുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഷേവ് ചെയ്യുമ്പോഴാണ് കൂടുതലായിട്ടും അത് വരുന്നത്. കാര്യം ഇപ്പൊ ഷേവ് ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് ഹർബറിയിലാണ് നമ്മൾ ഷേവ് ചെയ്യുന്നത്. ചിലപ്പോൾ നമ്മൾ ഡ്രൈ ഷേവ് ചെയ്യും, അതായത് നമ്മുടെ കാല് തീരെ വെയിറ്റ് ആക്കി ഒന്നും വെക്കാത്ത രീതിയിൽ നമ്മൾ ഡ്രൈ ഷേവ് ചെയ്യും. അപ്പൊ അതുകൊണ്ട് വരാം. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഉപയോഗിച്ചിരുന്ന റേസർ ബ്ലെൻഡ് ആയിട്ടുള്ള ഒരു ബ്ലേഡ് യൂസ് ചെയ്യുമ്പോൾ സമയത്ത്, അതായത് അത്ര ഷാർപ്പ് അല്ലാത്ത ബ്ലേഡ് പോയി കുറിത്തവണ വലിച്ചിട്ടുണ്ടാകും. അപ്പൊ അതൊക്കെ എന്താ വെച്ചാൽ നമ്മൾ ഹെയർ ഫോളിക്കിൾസിനെ ഇറിറ്റേറ്റ് ചെയ്യും. അപ്പൊ ചോദിക്കും എന്നാ പിന്നെ ഷേവിംഗ് ആണോ വാക്സിങ് ആണോ നല്ലതെന്ന് വെച്ചാൽ അല്ല. കാര്യം എന്ന് വെച്ചാൽ വാക്സിങ്ങിന്റെ ടൈമിൽ നമ്മൾ ഹെയർ ഫോളിക്കിൾസ് പുൾ ഔട്ട് ചെയ്യുമ്പോൾ ആ ഒരു സ്ട്രെങ്ത് കൊടുക്കുകയാണ്. അപ്പൊ അവിടെയും ട്രോമ എന്തായാലും വരും. എന്താ സംഭവം എന്ന് വെച്ചാൽ ഇപ്പൊ അങ്ങനെയൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ ലേസർ ഹെയർ റിമൂവിലോട്ട് പോകാൻ നിങ്ങൾക്ക് അത്രയും റേസർ ബംസ് വരുന്നുണ്ടെങ്കിൽ, അതല്ലാന്നുണ്ടെങ്കിൽ പ്രോപ്പർ ആയിട്ടുള്ള രീതിയിൽ ഷേവ് എങ്ങനെ ചെയ്യണം എന്നുള്ളത് ശ്രദ്ധിക്കുക. അപ്പൊ എങ്ങനെയാണ് പ്രോപ്പർ ആയിട്ടുള്ള രീതിയിൽ ലെഗ്സും ബിഗ് ഏരിയാസും അല്ലെങ്കിൽ നമ്മൾ അണ്ടർആമൊക്കെ ഷേവ് ചെയ്യണം എന്ന് അറിയണമെങ്കിൽ അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ വേണമെങ്കിൽ കമന്റ് ബോക്സിൽ പറഞ്ഞ് ഞാൻ ചെയ്യാം കേട്ടോ. അപ്പൊ അത് വേണം, അങ്ങനെ ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇച്ച്നെസ് വന്നു കഴിഞ്ഞു, പ്രത്യേകിച്ചും ഡ്രൈ ഷേവ് ഒക്കെ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഇച്ച്നെസ് വന്നു കഴിഞ്ഞു എന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ല ഓപ്ഷൻ എന്ന് വെച്ചാൽ നമ്മൾ അലോവേര ജെല്ലാണ്. അത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ നല്ല സുഖം. ആ തണുപ്പും ആ ഒരു കൂളിംഗ് എഫക്റ്റ് നല്ലതായിട്ട് കിട്ടും. പിന്നെ ഒരുപാട് തവണ അവിടെ ചൊറിയാതിരിക്കുക. കാരണം ഈ റേസർ ബംസ് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് ഹൈപ്പർ പിഗ്മെന്റേഷനിലോട്ട് പോകും, പോസ്റ്റ് ഇൻഫ്ലമേറ്ററി എർത്തിമയിലോട്ട് പോകും, പോസ്റ്റ് ഇൻഫ്ലമേറ്ററി ഹൈപ്പർ പിഗ്മെന്റേഷനിലോട്ട് പോകും. പിന്നെ നമുക്ക് നമ്മൾ ഉദ്ദേശിച്ച ഡ്രസ്സ് പോലും നമ്മൾ ഷേവ് ചെയ്യുന്നത് ചിലപ്പോൾ നമ്മൾ കാലിൽ നല്ല ഷോർട്സ് ഒക്കെ ഇടാൻ വേണ്ടിയിട്ടായിരിക്കും, അത് ചെയ്യാൻ പറ്റാതെ വരും. അണ്ടർആം ആണെങ്കിൽ പറയേ വേണ്ട, കൈയൊക്കെ ഭയങ്കര ഇറിറ്റേഷൻ ആണ്. അപ്പോൾ വന്നിട്ടുള്ള ആൾക്കാർക്ക് അറിയാം. എനിക്ക് ഫസ്റ്റ് ടൈം ചെയ്യുന്ന സമയത്ത്, കാരണം പ്രോപ്പറായിട്ട് അറിഞ്ഞില്ലാത്ത സമയത്ത് എനിക്ക് ഇതൊക്കെ വന്നിട്ടുള്ളതാണ്. അപ്പൊ നമുക്ക് അറിയാം റേസർ ബംസ് വന്നാലുള്ള സിറ്റുവേഷൻ എന്നാണ്. പിന്നെ അവിടെ ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ആയത് എങ്ങനെയാണ് ഞാൻ അടുത്ത സെക്ഷനിൽ പറയാം, കാരണം അതും ഇതും കൂടെ ചേർന്നിട്ടുള്ളതാണ്. അപ്പൊ അങ്ങനെ ഒന്ന് ശ്രദ്ധിക്കുക. പിന്നെ ഞാൻ പറഞ്ഞില്ല നേരത്തെ പോലെ ഡീറ്റെയിൽഡ് വീഡിയോ ആണെങ്കിൽ കമന്റ് ബോക്സിൽ പറഞ്ഞ് ഞാൻ ചെയ്യാം കേട്ടോ. അടുത്താണ് ബാക്ടീരിയൽ ഫോളിക്കുലൈറ്റിസ്. ബാക്ടീരിയൽ ഫോളിക്കുലൈറ്റിസ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ഷേവ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ വാക്സ് ചെയ്യുന്ന സമയത്തൊക്കെ നമ്മൾ ഹെയർ ഫോളിക്കിൾസ് നമ്മൾ ഓപ്പൺ ആയിട്ട് ഇടുകയാണല്ലോ ചെയ്യുന്നത്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള സമയങ്ങളിൽ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ആ ഹെയർ ഫോളിക്കിൾസ് ചിലപ്പോൾ ഇൻഫെക്റ്റഡ് ആവും. എല്ലാവർക്കും ഉണ്ടാവണമെന്നില്ല, ചില ആൾക്കാർക്ക് ഇൻഫെക്റ്റഡ് ആവും. അപ്പൊ നമുക്കൊരു ചെറിയ റെഡിഷ് നല്ല ബംസ് കണക്ക് വരും. അതല്ല റേസർ ബംസ് അല്ല, അല്ലാണ്ടൊരു ബംസ് കണക്ക് വരും. അതല്ലാന്നുണ്ടെങ്കിൽ പസ് കണക്കൊക്കെ ബിൽഡപ്പ്, എന്നിട്ട് ചിലപ്പോൾ നമ്മളൊരു ഹെയർ ഫോളിക്കിൾ വരുന്നതിന് പസ്സിൽ നിന്ന് വരുന്നതായിട്ടൊക്കെ തോന്നും. അപ്പൊ അങ്ങനെയുള്ള സാധനങ്ങളെയാണ് നമ്മൾ ബാക്ടീരിയൽ ഫോളിക്കുലൈറ്റിസ് എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെ വരുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ വേറെ ഒന്നും നോക്കണ്ട, അവിടെ നമ്മുടെ ആ ബംസ് മാറ്റുക എന്നുള്ളതിനേക്കാൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇൻഫെക്ഷൻ തടയുക എന്നുള്ളതാണ്. ഇതൊരു വലിയ സീരിയസ് കോസ് ഒന്നും അല്ല, പക്ഷെ സംഭവം എന്തെന്ന് വെച്ചാൽ ചില സമയത്ത് ഇത് നമ്മൾ അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ അവിടെ സ്കാറിങ് ഒക്കെ ഉണ്ടാക്കും. പിന്നെ മാത്രമല്ല അത് ഒരുപാട് സിവിയർ ഒക്കെ ആവും നമ്മൾ ട്രീറ്റ് ചെയ്യാതെ വിട്ട് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മൾ പ്രോപ്പറായിട്ട് കെയർ ചെയ്തില്ലേ. പിന്നെ ഡെർമാക്കിന്റെ അടുത്ത് എന്തായാലും പോകേണ്ടി വരും. അപ്പൊ അങ്ങനെയല്ല, നിങ്ങൾ ചെറിയ ചെറിയ ബംസ് ഒക്കെ വരുന്ന ടൈപ്സ് ആൾക്കാരാണെങ്കിൽ മാക്സിമം ബെൻസോൾ പെറോക്സൈഡ് ബേസ് ചെയ്തിട്ടുള്ള ബോഡി വാഷസോ ബെൻസോൾ പെറോക്സൈഡ് ബോഡി സോപ്പോ കിട്ടും. റെഗുലർ യൂസ് ചെയ്യണം. നിങ്ങൾ ഷേവ് ചെയ്ത് കഴിഞ്ഞിട്ട് അങ്ങനെ വരുന്ന ആൾക്കാരാണെങ്കിൽ അതൊന്ന് യൂസ് ചെയ്യുക. വന്നു കഴിഞ്ഞാലും അത് യൂസ് ചെയ്താൽ മതി, അല്ലെങ്കിൽ നിങ്ങളുടെ ബെൻസോൾ പെറോക്സൈഡ് ക്രീം യൂസ് ചെയ്താൽ മതി. പക്ഷേ ശ്രദ്ധിക്കുക, ഭയങ്കര സിവിയർ ആയിട്ട് നിങ്ങൾക്ക് ആ പസ് വരുന്നുണ്ടെങ്കിലും ഫ്രീക്വന്റ് ആയിട്ട് വരുന്നുണ്ടെങ്കിലും ഒന്നുകിൽ നിങ്ങൾ ഷേവ് ചെയ്യുന്നതിന്റെ തെറ്റായിരിക്കും, അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആന്റിബയോട്ടിക്സ് നമ്മൾ എടുക്കേണ്ടി വരും. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മസ്റ്റ് ആയിട്ടും ഒരു ഡെർമറ്റോളജിസ്റ്റിനെ പോയി കണ്ട് തന്നെ ട്രീറ്റ്മെന്റ് എടുക്കണം. ഈ പറയുന്ന കാര്യങ്ങളൊന്നും ചെയ്യരുത്. നിങ്ങൾക്ക് റെഡ്നെസ്സും പസ്സും ഓവറായിട്ട് തോന്നിയാൽ മസ്റ്റ് ആയിട്ടും ഒരു ഡെർമറ്റോളജിസ്റ്റിനെ കണ്ടിട്ട് ട്രീറ്റ്മെന്റ് എടുക്കേണ്ടി വരും. അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ ഏതൊരു പ്രൊഡക്റ്റ്, ബോഡി കെയർ ആയാലും സ്കിൻ കെയർ ആയാലും എന്ത് പ്രൊഡക്റ്റ് വാങ്ങിക്കുന്നെങ്കിലും പാച്ച് ടെസ്റ്റ് ചെയ്തിട്ട് അത് ഉപയോഗിക്കാനും പാടുള്ളേ. അപ്പൊ ഇന്നത്തെ വീഡിയോ സ്ട്രോബെറി ലെഗ്സിനെ പറ്റിയിട്ടായിരുന്നു. ഇതുപോലത്തെ സ്കിൻ കെയർ ആൻഡ് ഹെയർ കെയർ വീഡിയോ ആയിട്ട് എല്ലാ ട്യൂസ്ഡേസിലും തേഴ്സ്ഡേസിലും സൺഡേസിലും ഞാൻ വരും. ലക്ഷ്മി സൈനിങ്.